സൗണ്ട് കേൾപ്പിക്കാവേ. കണ്ടേ ആണ്ടേ. യെസ്, അടുത്ത കയറി. ഓക്കെ, അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ നമ്മളിന്ന് ആംഗ്രി ബേർഡ് എന്ന് പറഞ്ഞൊരു ഫ്രോഗുമായിട്ട് വന്നേക്കുന്നത് കേട്ടോ. റിയൽ വേറിൻ്റെ ആംഗ്രി ബേർഡ് എന്ന് പറഞ്ഞൊരു ഫ്രോഗ് ആയത്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തായ് ഫ്രോഗ് പോലത്തെ ഒരു ഫ്രോഗാണിത്. അത്യാവശ്യം ഇത് കണ്ടോ, ഒരു ചെറിയൊരു ഫ്രോഗാണ്. ഏകദേശം 7 ഗ്രാം വെയിറ്റ് വരത്തുള്ളൂ. ഏകദേശം 450 രൂപ വിലയുണ്ട് കേട്ടോ. പിന്നെ VMCയുടെ ഒക്കെ ഹുക്ക് അടിപൊളി സാധനമാണ്. നമ്മളപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിരിക്കും വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഫ്രോഗൊക്കെ ഒന്ന് നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഇത് ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ഒരു കീ ചെയിനോ ഒക്കെ ആക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സാധനം കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ് ഇവൻ. മാത്രമല്ല ഇവൻ്റെ ആക്ഷൻ കേട്ടോ. നമ്മൾ പതുക്കെ വലിച്ചാൽ മതി, റോഡൊന്നും ചെയ്യണ്ട, നമ്മൾ അത്യാവശ്യം പതുക്കെ വലിച്ചാൽ മതി, സുഖമായിട്ട് അടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകെ കാണുന്ന ഈ ഹുക്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എറിയാൻ പറ്റുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ വാട്ടറിൽ എറിയുക എന്നുള്ളതാണ് കേട്ടോ. അതായത് പുല്ലിൻ്റെയൊക്കെ സൈഡ് ചേർത്ത് വലിക്കാൻ വേണ്ടി. നമ്മൾ പുല്ലിനകത്ത് എറിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോരത്തില്ല, തിരിച്ച് ഉടക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ടുള്ള മീൻപിടുത്തമാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. നോക്കി ഐറ്റം എങ്ങനെയുണ്ട്, കിട്ടുന്ന സാധനമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഒക്കെ സൗണ്ട് ആകട്ടെ ഈ സാധനത്തിൽ. ഞാൻ ഒന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. വെള്ളം തെറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ റോഡ് സ്റ്റില്ലാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. ഈ സാധനത്തിൻ്റെ ആക്ഷൻ പോകുന്നുണ്ടോ ഇങ്ങനെയാണ് ഉണ്ടോ. കിഡിലും കേട്ടോ. അത്യാവശ്യം നല്ല കാസ്റ്റിങ്ങും ഉണ്ട് കേട്ടോ. ഉണ്ടോ, അതേ ഉണ്ടോ, നല്ല ലോങ്ങിലോട്ട് പോകുന്നുണ്ടോ. അത് വരാലുണ്ടെങ്കിൽ അടി പൊട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. വരാലിന് വേണ്ടിയിട്ട് പറ്റുന്നൊരു ഐറ്റമാണിത്. അതെ, സൗണ്ട് കേൾപ്പിക്കാവേ. അടിപൊളിയല്ലേ ഇത്, നോക്കി സൗണ്ട് കേട്ടോണേ. കുറച്ച് വരുന്നുണ്ടോ. ഫസ്റ്റ് കാശ് അടി കൂട്ടാനുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ കൂട്ടി നമ്മളൊരു കണ്ടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. അത്യാവശ്യം ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മീനൊക്കെ ഇറങ്ങി വരും കേട്ടോ. കിടില സാധനം. നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. നോക്കിയേ, കിടില സാധനം കേട്ടോ. കിടുക്ക മീനാണ്, അടിപൊളി മീൻ. ഇതുകൊണ്ടോ ഒറ്റയടി കറക്റ്റ് ഹുക്കാണ്. ഹുക്ക് കൃത്യമായിട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. അതേ നോക്കി എങ്ങനെയുണ്ട് സാധനം, അടിപൊളിയല്ലേ. അടിപൊളി മീൻ കേട്ടോ. വിയറ്റ്നാം വരാലാണ്. നോക്കി ഹുക്ക് എങ്ങനെ കയറിയേക്ക് നോക്കി കണ്ടോ. അടിച്ചപ്പോൾ തന്നെ ഹുക്കപ്പായി ഓൾറെഡി. അതാവും പൊങ്ങി ചാടിയത് കേട്ടോ. നോക്കി കണ്ടോ, അടിച്ചപ്പോൾ തന്നെ ഹുക്കപ്പായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതുണ്ടോ വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാം കേട്ടോ. നമ്മൾ സൂക്ഷിക്കണം, പുറകിൽ ആരെയൊന്നും വെച്ചിട്ട് ഇത് കാസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഒന്നാമത്തെ മീൻ കയറിയിട്ടുണ്ട്. നമുക്ക് പിന്നെ നേരെ കവറിനകത്തോട്ടാക്കി നമുക്ക് എറി. ഓക്കെ, അപ്പം കയറാതെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ലൂറ് കണ്ടല്ലോ നിങ്ങൾ, വെടിക്കെട്ട് സാധനമാണ് കേട്ടോ. വെടിച്ചില് സാധനം എന്ന് പറഞ്ഞാൽ വെടിച്ചില് സാധനമാണ്, ഒന്നും പറയാനില്ല. നോക്കിയേ, ഇതുണ്ടോ കിടിൽ ഐറ്റം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എറിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, പുറകിൽ ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എറിയാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാ. ഈ ഫ്രോഗിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് അതിനിടയിൽ 1-2 നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ പറഞ്ഞു. ഓക്കെ, അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. വലിയ മീനാണ് കേട്ടോ. വലിയ മീനാണ് ഇത്, വലിയ മീനാണ്. സൂപ്പർ മീനാണ് കേട്ടോ. നമ്മുടെ കിടുക്ക് സാധനം കേട്ടോ, കിടിലും മീൻ. ഇത് നമ്മൾ
ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലുതാണ് കേട്ടോ. അടിപൊളി സൂപ്പർ സാധനം, നല്ല ക്യൂറായിരുന്നു കേട്ടോ. അവൻ ആ സൗണ്ടൊക്കെ ആയിട്ട് ഇറങ്ങി വന്നതാണ്. അടിപൊളി. ഇതുകൊണ്ടോ പക്ക ഹുക്കപ്പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹുക്കപ്പാണ്, ഒരു രക്ഷയില്ല. ഇതുണ്ടോ ഒറ്റ ഹുക്കപ്പാണ്. നോക്കി കിടിലൻ സാധനം, അടിപൊളി സാധനം. നമുക്ക് പിന്നെ നേരെ കവർന്നത്തിട്ടാക്കാവേ. നമുക്ക് ഒത്തിരി സമയം കളയാനല്ലോ അതെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പിന്നീട് കാണിച്ചു തരാം. നമ്മളെ മൂന്നാമത്തെ മീൻ കയറിയിട്ടുണ്ട്. യെസ്, അപ്പോൾ അതെ ഇതാണ് നമ്മുടെ. അപ്പോൾ ഈ ആംഗ്രി ബേർഡിൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കിടയിൽ നെഗറ്റീവ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആക്ഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. തായ് ഫ്രോഗിന് ആക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് സംശയമാണ്. മാത്രമല്ല ഇതിൻ്റെ റിസൾട്ട് പോലെ ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ മീൻ മിസ്സാകാനുള്ള സാധ്യത വളരെ കുറവ്. പക്ഷേ കാര്യം ഇത് ഡേഞ്ചറാണ്. ഈ ഫ്രോഗ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുമില്ല, പക്ഷേ ഡേഞ്ചറാണ്. പുറകിൽ ആരെയും നിർത്തി നമ്മൾ ഒരിക്കലും കാസ്റ്റ് ചെയ്യാനും പാടില്ല. എന്തായാലും ഇതിന് ആക്ഷൻ കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ വലിയതാണ്, കഷ്ടമാണ് കേട്ടോ. അവിടെ എവിടെയോ ഒരു പാമ്പൊരു തവളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതിനകത്താണ് ഈ നിൽക്കുന്നത്. ഇത് കണ്ടോ സാധനം കണ്ടോ, മൊത്തം പുല്ലാണ്. നമ്മളതിനകത്താണ് നിൽക്കുന്നത്. പക്ഷെ അത്യാവശ്യം നമ്മളിത് ഇതുപോലത്തെ ചെരുപ്പൊക്കെ ഇട്ടേക്കുന്നത്, എന്നാലും അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്നെ അറിയുന്ന ഫ്രണ്ട്സ് എല്ലാം പലപ്പോഴും എന്നോട് പറയാറുണ്ട് ഒരു ബൂട്ടൊക്കെ മേടിച്ചിട്ട് വേണടാ പോകാനെന്ന്. പക്ഷേ നമ്മൾ പലപ്പോഴും പോകുന്ന സ്ഥലങ്ങളൊന്നും ഇതുപോലെ അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം പ്രിഫർ ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും ഉടനെ തന്നെ നമ്മളതൊക്കെ മേടിക്കുന്നതായിരിക്കും കേട്ടോ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി കുഞ്ഞിനകത്തൊക്കെ കയറി നിൽക്കുമ്പോൾ നമ്മൾ ലോറെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ആ അടിയിൽ പാമ്പുകളോ മറ്റ് സാധനങ്ങളോ വിഷമുള്ള എന്ത് ജീവികളോ വന്നാലും നമ്മളത് ശ്രദ്ധിക്കാൻ വഴിയില്ല. കയറി ചവിട്ടുകയോ കടിയിട്ടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സേഫ്റ്റി മെഷേഴ്സ് എടുത്തതിന് ശേഷം മാത്രം പോവുക. നല്ല കിടുക്ക മഴയാണ് കേട്ടോ. കേട്ടോ കിടുക്ക് മഴ എന്ന് പറഞ്ഞാൽ കിടിലം മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ മഴയാണ്. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഉണ്ടല്ലോ, ഇത്രയും റിസൾട്ടുള്ളൊരു ഫ്രോഗ് നമ്മുടെ ഈ അടുത്തിടയ്ക്കെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അടിക്കുന്ന മീൻ അടിച്ച ഹുക്കാണ്. അപ്പം നമ്മുടെ ആംഗ്രി ബേർഡ് കേട്ടോ, എവിടെ കിട്ടിയാലും മേടിക്കാവുന്ന ഒരു ഫ്രോഗാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പായലുള്ള സ്ഥലത്ത് എറിയാനാണെങ്കിൽ നടക്കത്തില്ല. ഇതുപോലെ അത്യാവശ്യം ഓപ്പൺ സ്പേസ് ഉള്ള സ്ഥലത്ത് എറിയാൻ വേണ്ടി മാത്രം നിങ്ങൾ എടുക്കും കേട്ടോ. ഭയങ്കര മഴയുടെ സൗണ്ടാണ്, അപ്പോൾ അത് കാരണം അത്രയും ക്ലിയർ ആവുന്നില്ല. അപ്പം നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുവാണ്. ഈ മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ പോകും കേട്ടോ. ഓക്കെ, നോക്കാം. മഴയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്യാം, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നല്ല മഴ കേട്ടോ, അങ്ങോട്ടൊക്കെ മഴയാണ് കേട്ടോ, സൂപ്പർ മഴയാണ്. അവിടെ നിന്നൊരു അടി ഉറപ്പാണേ. രണ്ട് ഏറിനകത്ത് അവിടെ നിന്ന് അടി ഉറപ്പാണ്. ദൈവമേ, മിന്നലൊക്കെ വരുന്നുണ്ട്. മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നിന്ന് എറിയാൻ പറ്റത്തില്ല കേട്ടോ. കണ്ടേ, അടുത്ത മീൻ വരുന്നുണ്ട്. അടിച്ചാൽ നേരെ ഹുക്കപ്പാ കേട്ടോ, ഒരു മടുപ്പില്ല അതിനകത്ത്. നമ്മൾ നേരെ അത് കറക്കി കയറ്റി കേട്ടോ. അടി കിടു സാധനം, കിടുക്കാനായിട്ട് കേട്ടോ. ഇതെന്താ ഡയറക്റ്റ് അടി വരുന്നത് ഹുക്കയിലോട്ടോ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഹുക്കപ്പ് പോലും സത്യത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അമ്മാതിരി അടിയാണ് വരുന്നത്. രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട്, നല്ല കിടുക്കാനായിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് അവനെ നേരെ ഊരിയിട്ട് കടത്തിലേക്ക് മാറ്റിയാൽ കേട്ടോ. ഒരുപാട് ടൈമില്ല നമുക്ക് കളയാൻ. അതുകൊണ്ടാണ് നമ്മുടെ കിടിലം മീൻ ഇതുണ്ടോ. അവനെ വിളിച്ചിറക്കി കേട്ടോ, നമ്മൾ കാട്ടിൽ നിന്ന് വിളിച്ചിറക്കി നമ്മൾ അടുപ്പിച്ച് കയറ്റിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് നമുക്കൊരു ശകലം സമയം പമ്മണ്ടായിട്ട് വന്നു കേട്ടോ. അത് പണിയായി സത്യത്തിൽ. കാരണം ഇനിയിപ്പോൾ അധിക സമയം നിന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഈ സൈഡിൽ നിന്ന് ഒരുത്തൻ ഇതുവരെ നമുക്ക് അടിച്ചില്ല കേട്ടോ. ആണ്ടേ ആ ഞാൻ പറഞ്ഞോളൂ, അവിടെ നിന്ന് ഒരുത്തൻ കീറിയില്ലെന്ന് കേട്ടോ. പുറകെ വന്ന് അടിച്ച് കളഞ്ഞ്. അയ്യോടാ, അവൻ കുരുക്കി കേട്ടോ. നമ്മുടെ ലൈൻ അവൻ കുരുക്കിയിട്ടുണ്ട്. അയ്യോ, പണി പാളിച്ച്. അന്യ ഹുക്കപ്പാട്ടോ. അത് കണ്ടോ, നശിപ്പിച്ച് കളഞ്ഞ് ഹുക്കായിട്ട്
പക്ക ഹൂക്കപ്പായി പോയി. ലൈനയിലൊക്കെ കയറിക്കണ്ടോ. നമ്മുടെ 4-മത്തെയോ 5-മത്തെയോ മറ്റോ മീനാണ്. നമുക്കൊരുപാടൊന്നും മീനെ ഒന്നും കാണിക്കാനുള്ള സൗകര്യമില്ല കേട്ടോ. ഇവിടെ വാടാ. അപ്പോൾ അതേ നമ്മുടെ അടുത്ത മീൻ. ഇത് നൂലം കുരുക്കി കളഞ്ഞു കേട്ടോ. നല്ല മീൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ പണിയൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ്. യെസ്, അടുത്ത കയറി വരുന്നുണ്ട്. അപ്പോൾ അതെ പറഞ്ഞില്ലേ, ഇത് കണ്ടോ അടി കേട്ടോ വരുന്നത്. കറക്റ്റ് അടി അടിച്ച് ഇത് കണ്ടോ, കൃത്യം ഹുക്കയിലോട്ട് അടിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, നേരെ ഹുക്കപ്പായി നേരെ കയറി വരുന്നത് കേട്ടോ. ഹുക്കപ്പായി തന്നെയാണ് സാധനം കയറി വരുന്നത്, അതുകൊണ്ട് ഒന്നും പറയാനില്ല. നോക്കി മഴയാണ് കേട്ടോ. ഇതുപോലത്തെ ചെറിയ മീനാണ്, പക്ഷേ സാധനം കിടുക കേട്ടോ. ഫ്രോഗ് കിടിലം, ഒന്നും പറയാനില്ല, അടിപൊളി ഫ്രോഗാണ്. യെസ്. അപ്പോൾ നമ്മുടെ അത് കാര്യം ഇതേൽ കുക്കപ്പായി വരുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. റിലീസിങ് ഒന്നും നടക്കത്തില്ല ഇതേൽ അടിച്ചു കഴിഞ്ഞാൽ. അത് ഓക്കെ. അപ്പോൾ സന്ധ്യയായി. എൻ്റെ ദൈവം, മീൻ അടിക്കുമായിരിക്കും ഇനി, നമുക്ക് നോക്കാം. അല്ല എത്രയോ കേട്ടോ. അടിപൊളി സാധനം കേട്ടോ, കിട്ടില്ല സാധനം, കിടുക്ക് വരാൽ അടി മോനെ. എന്നാ കീറാന്ന് കീറി. ഉയ്യോ, ഫ്രോഗ് ഫുള്ള് അകത്തിറക്കി കേട്ടോ അവൻ. ഇതുകൊണ്ട് ഫുള്ള് ഫ്രോഗ് അകത്ത് പോയിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കിനി പണി കേട്ടോ. അയ്യോടാ, അയ്യോ നോക്കി കിടുക്കാച്ചി സാധനം. അപ്പോൾ നമ്മുടെ ഹുക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ കറണത്തേക്ക് ഇടാം. നമ്മൾ ഫ്രോഗ് ഉണ്ടല്ലോ, ഇടിച്ചില്ല സാധനം കേട്ടോ, കിടില ഐറ്റം. നോക്കി അതെ, നമ്മുടെ അടുത്ത മീൻ കയറി വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു സാധനം. ദേ നോക്കിയേ, കിടിലം. അല്ല നൈസായിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു അവനങ്ങ്. അവൻ വന്നിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ സാധനത്തിൽ അടിച്ചൊരു സാധനം ഓട്ടോമാറ്റിക് റിമൂവ് ആവുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണ്. പിന്നെ നേരെ കവറിനകത്തോട്ട് ഇട്ടേക്കാം. ഇപ്പോൾ നമ്മുടെ 2-മത്തെ ദിവസം കേട്ടോ. 2-മത്തെ ദിവസം നമ്മൾ വന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതാ മീനും കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി വെക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചിട്ട് ചെറിയ ഹുക്കപ്പൊക്കെ മതി, ആഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. ഞാൻ ഇതുവരെ കൊടുത്താലും ചെറിയ ഹുക്കപ്പായിരുന്നു കേട്ടോ. ഒരടി ഉറപ്പാണ് കേട്ടോ. അയ്യേ, ഞാൻ പറഞ്ഞില്ലേ ചെറുതായിരുന്നു, പക്ഷെ വലുത് വരും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വലുത് അടിക്കും കേട്ടോ. അയ്യോ, ചെറിയ മീന. ഷോ, എൻ്റെ അമ്മോ, എന്നെ കുഞ്ഞു മീനാന്ന് നോക്കിയാൽ. എൻ്റെ ദൈവമേ, ഇത് കണ്ടോ, ഇതെല്ലാം അടിച്ചേക്കുന്ന മീനൊക്കെ ഉണ്ടോ. എൻ്റെ അമ്മോ, അവന് മേലെ കേട്ടോ. ഓയ്യോ, ചെറിയൊരു ഹുക്കേ ഉള്ളൂ. ഹുക്ക് റിമൂവ് ചെയ്ത് വിട്ടേക്കാം. അവൻ എന്തായാലും സെറ്റാവും കേട്ടോ, കുഴപ്പമുള്ളൂ. വിട്ടേക്കാം. പൊക്കോടാ, നീ ഇറങ്ങി പൊക്കോ. പക്ഷേ
വെളിയിലോട്ട് പോയില്ല, നീ ഒരിക്കലും അവിടെ എത്തുകയല്ല. ഓക്കെ ഓക്കോ. സാധനം കണ്ടോ, എന്നാ കിടുവോ നോക്കി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതായത് നമ്മൾ ഹുക്കപ്പ് പോലും വലിയ രീതിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, സാധനം കരയ്ക്കാം കേട്ടോ. ഇവിടെയും കൂടി എറിഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ. സന്ധ്യ ആയിരുന്നു, നല്ലപോലെ സന്ധ്യ കേട്ടോ. യെസ്, അടുത്ത് കയറിയിട്ടുണ്ട്. ചെറിയ മീനാണ് കേട്ടോ, നമ്മൾ റിലീസ് ചെയ്തേക്കോളും. വളരെ കുഞ്ഞതാണ്, ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര വേണ്ട, റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. കണ്ണിൽ കൂടെ കയറിയേക്കുന്ന കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണേ കൂടെ കയറിയിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. ഷിറ്റ്, അവാർഡ് തീർന്നിട്ടുണ്ട്. ഓക്കെ, കയറിയിട്ടുണ്ട്. കുഞ്ഞതാണ് കേട്ടോ, അങ്ങനെ വിടുന്നത്, ഇനി വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ടല്ലോ, സന്ധ്യ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പോലും എനിക്കറിയത്തില്ല. എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി പറ്റിയാൽ നമ്മളൊന്നുകൂടെ വന്ന് ചിലപ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കും. ഇപ്പോൾ നമ്മുടെ റിയൽ വാരിൻ്റെ ആംഗ്രി ബേർഡ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാണ്, അടിപൊളി ഫ്രോഗാണ്. എവിടെ കിട്ടിയാലും മേടിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.